എന്റെ കയ്യിലിരിക്കുന്ന ഈ ഒരു പൈനാപ്പിൾ വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സംഭവം വേറൊന്നല്ല, ഇതിനൊന്ന് ഉപ്പിലാക്കണം. ഒരു 100 കട കയറി ഇറങ്ങിയ പിന്നെയാണ് ചീച്ചലൊന്നുമില്ലാത്ത നല്ലൊരു പൈനാപ്പിൾ എനിക്ക് കിട്ടിയത്. നമ്മുടെ കത്തിക്ക് പിന്നെ ലേശം മൂർച്ച കൂടുതലായതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ കിടന്ന് പെടാപ്പാടോടാണ് ഇതൊന്ന് ചെത്തിയെടുക്കാനായിട്ട്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ അപ്പൊ ഉപ്പിലിട്ട് കഴിക്കാൻ ഒരു പോതിന്ന്. ആക്ച്വലി ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ വീട്ടിലൊരു പൈനാപ്പിൾ കൊതിയനുണ്ട്. ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ ഇത് സെറ്റാക്കി എടുക്കുന്നത്. എന്ന് വെച്ച് എനിക്ക് ഇഷ്ടമല്ല എന്നല്ല, എനിക്കും ഒത്തിരി ഇഷ്ടമാണ്. പക്ഷെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവസാനമായിട്ട് പൈനാപ്പിൾ കഴിക്കുന്നത് കഴിഞ്ഞ വർഷമാണ്. അതും മൂന്നാറിലേക്ക് ട്രിപ്പ് പോയപ്പോ ടോപ്പ് ഹിൽ സ്റ്റേഷനിൽ വെച്ചിട്ടും പിന്നെ നമ്മുടെ ചെറായി ബീച്ചിൽ വെച്ചിട്ടും ആയിരുന്നു. അതേ പിന്നെ ഒരു വട്ടം സൗദിയിൽ വെച്ച് ലോകത്തെ എങ്ങുമില്ലാത്ത വില കൊടുത്ത് മേടിച്ചെങ്കിലും നമുക്കത് ഉപകാരപ്പെട്ടില്ല. ആൻഡ് ഫൈനലി ദാ ഇപ്പോഴാണ് നല്ലൊരു പീസ് പൈനാപ്പിൾ കടിക്കാൻ കിട്ടുന്നതും നല്ല നാടൻ പൈനാപ്പിളിന്റെ മണം അടിക്കുന്നതും. ഏറെക്കുറെ എല്ലാവർക്കും ഇതിങ്ങനെ റോ ആയിട്ട് കഴിക്കാനായിരിക്കും ഇഷ്ടം. പക്ഷെ ഞങ്ങളെ പോലുള്ള പൈനാപ്പിൾ പ്രേമികൾക്ക് ഇതിങ്ങനെ ഉപ്പിലിട്ടും ഉപ്പും മുളകും കൂട്ടിയിട്ടൊക്കെ കഴിക്കാനാണ് കൂടുതലും ഇഷ്ടം. തൽക്കാലത്തേക്ക് നമ്മുടെ ആളിപ്പോ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഇത് ഉപ്പിലിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ അങ്ങോട്ട് കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്നെ തന്നെയാണ് ഏറ്റവും പേടി. എപ്പോഴാണ് കൺട്രോൾ വിടണമെന്ന് പറയാൻ പറ്റത്തില്ല. കെട്ടിയം വരുമ്പോ കൊടുക്കാൻ ഇതിനകത്ത് ഒരു പീസെങ്കിലും ബാക്കി ഉണ്ടായാൽ പറയാം ആളുടെ ഭാഗ്യമെന്ന്.